നമ്മുടെ രാജ്യം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സമരത്തിൽ ശരിക്കും കീഴടങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അല്പം മസിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അകം പൊള്ളയാണ്. പൊട്ടിക്കരയാൻ തുടങ്ങിയിരിക്കുന്നു. തോൽക്കുമെന്ന ഭയം പിടികൂടിയിരിക്കുന്നു. അങ്ങനെ 56 ഇഞ്ച് നെഞ്ചളവ് ചുരുങ്ങിയതിന് ശേഷം ഇന്നൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ് സമരക്കാർ. ഡൽഹിയിൽ സമരം തുടരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് തീരുമാനമറിയിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചത്. ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല എങ്കിൽ സമരം കൂടുതൽ രാജ്യവ്യാപകമാക്കുമെന്നും വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് നൽകി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഈ മരിച്ചു വീണ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് ഇട്ട FIR എല്ലാം പിൻവലിക്കുക എന്നീ 3 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും പ്രതിനിധികൾ കേന്ദ്രത്തിന് മുന്നിൽ വച്ചത്. ഒറ്റയടിക്ക് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ അനുകൂല പ്രതികരണം സർക്കാർ നൽകിയില്ല. നാളെ ഉച്ചയ്ക്ക് അറിയിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ മറ്റ് 2 ആവശ്യങ്ങളിലും അനുകൂല സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നും പ്രതിനിധികൾ വ്യക്തമാക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികളെ കേൾക്കാമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പിന്മേൽ 26 ദിവസം നീണ്ടുനിന്ന ഉപവാസ സമരം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ് അവസാനിപ്പിച്ചതാണ്. തുടർന്നാണ് CJP പ്രതിനിധികളുമായി ഉച്ചയ്ക്ക് 12:30 കേന്ദ്ര സർക്കാർ ചർച്ച നടത്തിയത്. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരാണ് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി പങ്കെടുത്തത്. CJP വക്താക്കളായ സൗരഭ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരാണ് CJPയുടെ പ്രതിനിധികളായി ചർച്ചയിലെത്തിയത്. ഏതായാലും പ്രധാനമന്ത്രിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇളകിയിരിക്കുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഈ രാജ്യത്ത്. കർഷകരെ 2 വർഷം മുൻപ് തന്നെ വെറുപ്പിച്ചു വിട്ടു, അത് നമ്മൾ കണ്ടതാണ്. ഇനിയൊരു ഭരണം ഈ രാജ്യത്തുണ്ടാകില്ലെന്ന് നരേന്ദ്രമോദി ഭയന്നു തുടങ്ങിയിരിക്കുന്നു. തങ്ങൾക്ക് പറ്റിയത് വലിയ തെറ്റാണ് എന്ന് മോദി മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു. മുൻപ് കൃഷിക്കാരും ഇപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും ഇനി അയോധ്യ കൊള്ളയിൽ ഹിന്ദുമത വിശ്വാസികളും എല്ലാം എതിരായാൽ നരേന്ദ്രമോദി വെറും രാഷ്ട്രീയ ഓർമ്മയായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൽ 100 വട്ടം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു നരേന്ദ്രമോദി. പരസ്യമായി ഒന്ന് പറയാൻ BJPയുടെ രാഷ്ട്രീയം അനുവദിക്കുന്നില്ല എങ്കിലും ചർച്ച നടത്താനും ആവശ്യങ്ങൾ അംഗീകരിക്കാനും തയ്യാറായത് വലിയ സൂചന തന്നെയാണ്. 3 ആവശ്യങ്ങളിൽ 2 അംഗീകരിക്കുകയും മന്ത്രി രാജിവെക്കുമോ എന്ന ആവശ്യത്തിൻ്റെ ഉത്തരം നാളെ അറിയിക്കാമെന്ന് പറയുകയും ചെയ്തത് നരേന്ദ്രമോദിയുടെ ഒരു തകർച്ചയുടെ ആരംഭം തന്നെയാണ്.